ഏയ് ഡേ ഈ ചോറായില്ലേ? അല്ലാ 8:30 ആവണല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ ഒന്ന് നേരത്തെ പോണെന്ന് പറഞ്ഞല്ലേ? ഇതുവരെ ആയിട്ടില്ല. പണിക്കിറങ്ങുമ്പോ രാവിലെ ചോറാക്കണം എന്നില്ല വിവരം എനിക്കറിയില്ല. തൂമിക്കാനും കൂടി ഉള്ളു. തൂമല് ഞാൻ എന്നതിന് ഒരു കാര്യം പറഞ്ഞ അതിന് എന്തെങ്കിലും ഒരു ന്യായീകരണം ഉണ്ടാവും. എന്താ രാവിലെ ചോറ് ആക്കി ചായ ആക്കണ കൂടുതൽ ചോറിട്ട് വെച്ചാൽ അതിന് വലിയ പണിയുണ്ടോ? ഒരടുപ്പത്താവും വെച്ചാ പോരെ? എനിക്ക് ഒരു കയ്യല്ലേ ഉള്ളുക്ക. ഒരു കയ്യോ? ഞാൻ രണ്ട് ഭാഗത്ത് തൂങ്ങിക്കണ എന്താ പടവങ്ങ? ഏത് നേരത്താണ് റബ്ബെ ഇതിന്റെ തലയിൽ ഞാൻ ആ ചെറിയാക്കാനൊന്ന് കാണട്ടെ. ഇതിന്റെ തലയ്ക്ക് ഇമാതിരി വണ്ടിയും വിലയും മുഴുവൻ കെട്ടി വെച്ചു. ചങ്ങായിക്ക് രാവിലെ പോവാൻ നേരത്തൊരു മുത്തം വരാന്താ ഞങ്ങളുടെ മൂട്. മനുഷ്യന്മാര് കഷ്ടപ്പെട്ടുണ്ടാക്കിയതൊക്കെ വെറുതായി. അല്ല അത് 9-ാം വാർഡിൽ ഞാനല്ലല്ലോ, സൈഡ് പുഴക്കരല്ലേ മെമ്പർ. എന്താണ് പോയി ഞാൻ വിളിക്കാം. എന്താണ് മേമലി ആകെ ചൂടിലാണല്ലോ? ഒന്നുമില്ല, റംലത്തിന്റെ ഒരു സംഗതി പറഞ്ഞ എന്നും ഇത് തന്നെ. ഞാൻ മാനസാന പിരാന്ന് രാവിലെ പണിക്കിറങ്ങിയതാ, ചോറാക്കിയില്ല പൊതുവരെ. അത് ശരി. ഇപ്പൊ എന്താ രാവിലെ ഓരോരോ പണിയിലല്ലേ? എന്ത് പണി അവിടെ? ഓളും ഞാനും ഉണ്ട്. രണ്ടാളല്ലേ ഉള്ളൂ. അപ്പൊ എന്തോ ഒരു 5 മിനിറ്റും 10 മിനിറ്റും ചായ ഉണ്ടാക്കുന്ന കൂട്ടത്തില് ചോറും കൂടി ഉണ്ടാക്കി വെച്ചാൽ പോലെ ചോദിച്ചൂല. എന്നിട്ട് അതിന് ഓരോ ന്യായം പറയുങ്ങൾ 8:30 ഓരോ 9 ഞാൻ ഒന്നര കൂടെ ഒന്ന് കൊടുക്കാനാച്ച് തോന്നി. സത്യം പറയാം, ഞാൻ മെമ്പർ ഞാൻ പിന്നെ നിങ്ങളോട് ഇല്ല പറയാലോ, ഞാൻ സത്യത്തില് എന്റെ അമ്മനാളുള്ള വണ്ടി മലിന്റെ തലയൊക്കെ ഉണ്ടാക്കി കണ്ടും ഞാൻ 4 വർത്താനം ഒന്നുകിൽ ഇത് ഇങ്ങനെ നടക്കൂലെന്ന്. എന്തായാലും ഒരു പെണ്ണ് വരലുണ്ടായി നേരത്തിന് പിന്നെ ഭക്ഷണം കാര്യം കിട്ടില്ല. നമ്മള് രാവിലെ പണിക്കോണ ആൾക്കാരല്ലേ, പല പ്രശ്നങ്ങളുണ്ടാവും. അതാണ് പ്രശ്നങ്ങൾ. ഇങ്ങക്കൊക്കെ നിങ്ങളെ പിന്നെ ഈ പൊതുപ്രവർത്തനം നടന്നുകൊണ്ട് എന്ത് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഒരു പെണ്ണുങ്ങളെ ക്ഷമ വേണോ? ഒരു ക്ഷമ, എന്തൊരു ക്ഷമ. എന്ത് പറഞ്ഞാൽ ആർക്കും അത് പെണ്ണുങ്ങളെടുത്താണ് ന്യായം, അത് പെണ്ണുങ്ങളെടുത്താണ് നിയമം. ഇത് നിങ്ങളൊക്കെ പെണ്ണുങ്ങൾക്ക് ഉണ്ടായിക്കോളി. ഞാനേ ഏതായാലും അമ്മാനൊന്ന് കണ്ടുപോരട്ടെ. ചെങ്ങായി ഭയങ്കര കലിപ്പിലാണല്ലോ. അതിപ്പോ അതിൽ ഇടപെട്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. മേമാലേ അതൊക്കെ ഞാനും വരണേ. അന്നപ്പോ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. നമ്മളെ വാർഡിലൊരു പ്രശ്നം ഉണ്ടായിട്ട് ഞാനും വരണേ. നീ പ്രശ്നം പരിഹരിച്ചാൽ ബാക്കി കാര്യം അമ്മാവന്റെ അടുക്കല്ലേ? അല്ല മേമാലേ, അവിടെ ചെന്നിട്ടേ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കരുതില്ല. കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കണ്ട, ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്തൊരു പണ്ടാറടക്കാൻ എന്തൊരു ഒരുമ്പോട്ടോളം എന്നെ ഞാൻ കാണിച്ചു തരാം. എന്ത് ഈ സുഖം സ്വൈരം എന്ന് പറഞ്ഞ ഈ പെരയിലില്ലാന്ന് എന്തെങ്കിലും സുഖം സ്വൈരം ഉണ്ടായിട്ടില്ല. എന്താ എൻ്റെ ഒരു തലവിധി എന്നല്ലാതെ എന്താ ഇപ്പൊ അതിന് പറയാ? ഒരു വീടായാല് പിന്നെ ഒരു സമാധാനം വേണ്ടേ? യുദ്ധ അതെ പിടിച്ചതിനെക്കാട്ടും വലിയ പൊത്തിലുണ്ടെങ്കിലും നമ്മളൊരു മധ്യസ്ഥം പറയാനേ ഒരു പരാതി വരുന്നത് എന്താ കാര്യം? മൂപ്പര കാര്യം തന്നെ പണ്ടാണ്ട് പറഞ്ഞു പോയി. ഏതായാലും മെമ്പറെ നബീസ് അമ്മായിന്റെ അത്ര കൊടൂര വശല്ല റംലത്ത് ഇല്ലല്ലോ. പിന്നെ ഇപ്പൊ എനിക്കൊരു 10 മിനിറ്റ് ചോറൊന്ന് കാത്തുന്നാണ്ടാ. ഇല്ലെങ്കിൽ വനിതാ ഹോട്ടലിൽ 25 ഉറുപ്പ്യക്ക് സാധനം കിട്ടും ചോറ്. അതിന് വേണ്ടിട്ട് ഒരു കുടുംബത്ത് കലക്കുഴപ്പം ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഇപ്പൊ ഉള്ള ചെറിയ തട്ടലും മുട്ടലൊക്കെ അവിടെ പോയിക്കോട്ടെ. എന്തായാലും ഞാൻ ആലോചിച്ച അതല്ല. നബീസ് അമ്മായിനോട് 2 വർത്താനം പറയണം. ഒന്നുമില്ലെങ്കിൽ വയസ്സായ ഈ ചെറിയാക്കാനോട് ഇക്കൊലം ഉപദ്രവം കാട്ടണേ. അതിൽ ഇടപെട്ടിട്ട് കാര്യമില്ല. എത്ര പ്രായമായിപ്പോ? ഇനിയിപ്പോ ഏറിയ 5-10 കൊല്ലം 2 ജീവനോടെ ഉണ്ടാവുള്ളൂ. ഇപ്പോഴും അവരെ കലഹം നിന്നിട്ടില്ലെങ്കിലേ ഇനിയിപ്പോ നമുക്ക് ഇടപെട്ടിട്ട് അത് നിർത്താനും പറ്റും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആ ഒരു 5-10 കൊല്ലം കൂടി അങ്ങ് തട്ടിമുട്ടിട്ട് പോയിക്കോട്ടെ. പിന്നെ ഏകദേശം അതിന്റെ കാലാവധി കഴിയാനായിരുന്നു. ഇജിപ്പോ എന്റെ കുടുംബത്തെ നല്ലപോലെ പോയി ടോളായിട്ട് നല്ലപോലെ നിൽക്കാൻ നല്ലേ. അതിനിപ്പോ ഈ അമ്മാമനെ കൊണ്ട് മധ്യസ്ഥം പറയിച്ചിട്ട് നേരെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ പൊരുന്ന പെണ്ണുങ്ങളൊക്കെ തന്നെ കോലം എല്ലായിടത്തും. ഇന്റെ പെരയിൽ ഇതന്നെ അവസ്ഥ. ഇത് നന്നാക്കണല്ല, കൊണ്ടുപോവുക വളക്കെ ഒടിക്കാണ്ട് കൊണ്ടുപോവുക, അതേ നടക്കുള്ളൂ. ഒടിക്കാണ്ട് കൊണ്ടിറക്കാതെ നടക്കുള്ളൂ. എനിക്കാണെങ്കിൽ ഇമ്മരെ കാണുമ്പോ ഒടിക്കാനാ തോന്നുന്നു. പിന്നെ ഇങ്ങനത്തെ ഒക്കെ ഇടക്ക് വന്ന് കാണുമ്പോ നമ്മക്ക് സമാധാനം ഉണ്ട്. നമ്മളെ കൂടിയുള്ള ഇത്ര ഇല്ലല്ലോ എന്നുള്ളൊരു തോന്നല്. അപ്പൊ അതാ നല്ലത്. അങ്ങനെ ചെയ്യല്ലേ നമുക്ക്? ചെറിയാക്ക ഞങ്ങൾ ഇതിലെ പോണുണ്ട്. ഞാൻ രാവിലെ പണിക്കിറങ്ങിയതാണ്. അപ്പൊ കേട്ടോ, നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ? കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല.
പോവുക, അതാണ് നല്ലത്.